ഹലോ ഫ്രണ്ട്സ്, 2024 ആദ്യമായി 50 കോടി ക്ലബ്ബിൽ കയറുന്ന സിനിമ എന്ന സ്ഥാനം ഫെബ്രുവരിയിൽ റിലീസായ പ്രേമലു എന്ന റൊമാൻറ്റിക് കോമഡി സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗിരീഷ് ഷേഡിയുടെ സംവിധാനത്തിൽ നെസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ റിലീസായി 12 ദിവസങ്ങൾ കൊണ്ടാണ് വേൾഡ് വൈഡായി 50 കോടി ക്ലബ്ബിലെത്തിയത്. ഇപ്പോഴും വർക്കിംഗ് ഡേ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നല്ല കളക്ഷൻ തന്നെ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. യുവാക്കളും സ്കൂൾ പിള്ളേരും ഫാമിലിയും എല്ലാവരും സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു. യാതൊരു ഹൈപ്പുമില്ലാതെ വന്ന സിനിമ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് ഈ വിജയഗാഥ തീർത്തത്. വെറും 9 കോടി മുതൽ മുടക്കിൽ വന്ന സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെ 25 കോടി 93 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 30 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 20 കോടി 25 ലക്ഷം രൂപയും സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. 12 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 49 കോടി 60 ലക്ഷം രൂപയോളമാണ്. 13ാം ദിവസമായ ഇന്ന് 53 കോടി രൂപയോളം കളക്ഷൻ സിനിമ സ്വന്തമാക്കും. 2024 റിലീസായ സിനിമകളിൽ കേരള വേൾഡ് വൈഡ് കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ പ്രേമലു ആണുള്ളത്. ഫൈനൽ കളക്ഷൻ 70 കോടി വരെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ എക്സ്പെരിമെൻ്റൽ മിസ്റ്ററി ഹൊറർ സിനിമയായിരുന്നു ഭ്രമയുഗം. 27 കോടി ബഡ്ജറ്റിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് സിനിമയുടെ ബുക്കിംഗും ലഭിക്കുന്ന കളക്ഷനും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പെരിമെൻ്റൽ ടൈപ്പ് സിനിമയായിട്ട് കൂടിയും റിലീസായ 6 ദിവസങ്ങൾ കൊണ്ട് മികച്ച കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 6 ദിവസം കൊണ്ട് 14 കോടി 86 ലക്ഷം രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 18 കോടി 80 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 60 ലക്ഷവും സിനിമയ്ക്ക് ലഭിച്ചു. 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 37 കോടി 22 ലക്ഷം രൂപയാണ്. 7ാം ദിവസമായി ഇന്നത്തോടുകൂടി വേൾഡ് വൈഡായി 40 കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമയ്ക്ക് ലഭിക്കും. ഈ വർഷം രണ്ടാമതായി 50 കോടി ക്ലബ്ബിൽ കയറുന്ന സിനിമയും ഫെബ്രുവരി റിലീസായ ഭ്രമയുഗമായിരിക്കുമെന്നതിൽ സംശയമില്ല. സിനിമയുടെ തമിഴ്, തെലുങ്ക്, കന്നഡ ഡബ്ഡ് വെർഷൻ 23ാം തീയതി, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ക്ലിക്കായാൽ നല്ലൊരു കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മോളിവുഡിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ടൈറ്റായിട്ടുള്ള ഒരു ക്ലാഷ് റിലീസ് വന്നത്. ഭ്രമയുഗം, പ്രേമലു ഈ 2 സിനിമകളും കാണാൻ പ്രേക്ഷകരുണ്ട്. നാളെ റിലീസാവുന്ന മഞ്ഞുമ്മൽ ബോയ്സ് കൂടി പോസിറ്റീവ് ആയാൽ കോമ്പറ്റീഷൻ ഇനിയും കൂടും. എന്തായാലും ഫെബ്രുവരി മാസം മോളിവുഡ് മൊത്തത്തിൽ കളറാക്കിയിട്ടുണ്ട്. കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.